എന്തുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വിശ്വാസികൾ സ്പിരിച്വലി വീക്ക് അല്ലെങ്കിൽ ആത്മീയമായിട്ട് നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ക്ഷീണിക്കുന്നു അല്ലെങ്കിൽ ബലഹീനരാണെന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് എ ലാക്ക് ഓഫ് കൺസിസ്റ്റൻറ്റ് ഇൻറ്റിമസി വിത്ത് ഗോഡ്. ദൈവത്തോട് നിരന്തരമുള്ള ഒരു സംസർഗവും അടുപ്പവും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആത്മീയമായി നമ്മൾ ബലഹീനരാകുന്നത്. അതിന് വേണമെങ്കിൽ ഒരു ആമയും പറഞ്ഞു. ആമയും പറയാനുള്ള ബലം പോലും ഇല്ല. ഇൻകൺസിസ്റ്റൻറ്റ് ഇൻറ്റിമസി വിത്ത് ഗോഡ്. ആ പദം ശ്രദ്ധിക്കും. മലയാളത്തിൽ അതെങ്ങനെ പറഞ്ഞാൽ ഇൻകൺസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തുടർമാനമായ ഒരു ബന്ധമല്ല എനിക്കുള്ളത്, എനിക്കിങ്ങനെ അസ്ഥിരമായ, അതെ അതും ശരിയാ, ഒരു ഇൻറ്റിമസിയാണ്. അതാണ് ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മെനി ബിലീവേഴ്സ് വിസിറ്റ് ഗോഡ് ഒക്കേഷണലി ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് വിത്ത് ഹിം ഡെയിലി. അനുദിനം കർത്താവിനോടൊപ്പം ചേർന്ന് നടക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും ഈ വാക്കിംഗ് വിത്ത് ഹിം ഡെയിലി അല്ല, വി വിസിറ്റ് ഹിം ഒക്കേഷണലി. ഇപ്പം തന്നെ ഞായറാഴ്ച രാവിലെ നിങ്ങൾ ഹൗസ് ഓഫ് പ്രെയർ ഒന്ന് വിസിറ്റ് ചെയ്ത് കർത്താവിനെയും കാണാം, പിന്നെ എല്ലാവരെയും കാണാം അല്ലേ, നമുക്ക് എന്നിട്ട് സന്തോഷമായിട്ട് വീട്ടിൽ പോവാം. Are you a visitor to the sanctuary or are you a resident in the sanctuary? 84-ാം സങ്കീർത്തനം എന്തോ അവിടെ വായിക്കുന്നത്, എൻ്റെ അപ്പൻ എഴുതിയ പാട്ടിനകത്തൊരു വരിയുണ്ട്, തന്നീർ നിന്നാലയത്തിൽ വസിപ്പോർ. ധന്യർ ആരാണ്? നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, സന്ദർശിക്കുന്നവരല്ല. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, വി ഹാവ് ബിക്കം വിസിറ്റേഴ്സ് ടു ദ സാങ്ച്വറി. നിങ്ങൾ ഞായറാഴ്ച ആരാധനയ്ക്ക് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകുന്നവരാണെങ്കിൽ അകത്തൊരിക്കലും ബലം കാണത്തില്ല. അതിൻ്റെ അടുത്ത് ഇവിടെ വന്ന് താമസിക്കണമെന്നല്ല, നിങ്ങൾ കിടക്കയും എടുത്തുകൊണ്ട് ഇവിടെ വന്ന് കിടക്കണമെന്നല്ല. നിങ്ങൾ നാളെ ജീവിക്കുന്നിടത്തും നടക്കുന്നിടത്തും പോകുന്നിടത്തും ഇടപെടുന്നിടത്തൊക്കെ ദൈവസാന്നിധ്യ ബോധത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നില്ല. വീട്ടിലായാലും പുറത്താണെങ്കിലും ജോലിയിലാണെങ്കിലും അങ്ങനെയുള്ളവരകത്ത് ബലപ്പെട്ടുകൊണ്ടേയിരിക്കും അല്ലേ. പ്രാർത്ഥന പലർക്കും ഇറ്റ് ഹാസ് ബിക്കം എമർജൻസി ബേസ്ഡ്. ആവശ്യഘട്ടത്തിൽ ആപൽഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കുക. കാര്യം വന്ദേ ഭാരത് ട്രെയിനിനകത്ത് ഒരു കൊച്ചു ബട്ടണുണ്ട്, അതൊരു ഗ്ലാസ് ഒരു ഇതിനെ കേസിനകത്താണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇപ്പുറത്തൊരു ചുറ്റികയും വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, ബ്രേക്ക് ഇൻ കേസ് ഓഫ് എമർജൻസി. എമർജൻസിക്ക് ട്രെയിൻ നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് ഈ ഗ്ലാസ് പൊട്ടിച്ച് ഈ ബട്ടൺ അമക്കണം. ഇതുപോലെ ഈ പ്രാർത്ഥനയും നമുക്ക് എന്താണ്? എമർജൻസിക്ക് എന്ത് ചെയ്യണം? അമക്കാനുള്ളൊരു സ്വിച്ചാണ്. എമർജൻസി ബേസ്ഡ് അല്ല പ്രാർത്ഥന, ഇറ്റ് ഷുഡ് ബി റിലേഷൻഷിപ്പ് ബേസ്ഡ്. എൻ്റെ അപ്പനാ, എൻ്റെ ദൈവം എൻ്റെ അപ്പനാ, എൻ്റെ അബ്ബ പിതാവേ എന്ന് വിളിച്ചെല്ലാൻ എനിക്ക് സ്വാതന്ത്ര്യം, പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം ഞാൻ എൻ്റെ അപ്പനോട് പോയി കാര്യം പറയുന്നതാണ് പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്?